സത്യം ആ പറയും. നീ മിഠായി ഇഷ്ടപ്പെട്ടിട്ടില്ലേ എനിക്ക്? ഓ ഇഷ്ടപ്പെട്ടില്ല. തിന്നിനോ? ഫുള്ള് തിന്നിട്ടില്ല. എന്തേ? അത് എന്റെ ഉപ്പ നേരത്തെ തന്നെ ടെറസിന്റെ മേലെ വീട് മരിച്ച് നമ്മൾ യത്തീമക്കളായി വളർന്നവരാണ്. എന്റെ അനുജനും അനുജത്തിക്കും ഈ ഗൾഫിലെ മിഠായിന്റെ ടേസ്റ്റ് അറിയില്ല, അവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയില്ല. ഞാനിത് തിന്നപ്പോ ഈ ടേസ്റ്റ് അവർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അവർക്ക് കരുതി വെച്ചതാണ്. ഖത്തറിലേക്ക് വാപ്പ തിരിച്ചു പോയപ്പോ പിന്നീട് വിളിച്ച ഫോൺ കോളിൽ ഉമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടി ഉമ്മനോട് പറഞ്ഞു, എനിക്ക് ഉപ്പാനോട് ഒരു കാര്യം പറയാനുണ്ട്. ഉപ്പ ചോദിച്ചു, എന്താ മോളെ? ഉപ്പ, എന്റെ പേര് ഒരു ഫാത്തിക്കുട്ടി പഠിക്കുന്നുണ്ട്, പാവാണ്, ഫീസ് അടക്കാൻ പോലും വകയില്ല, യൂണിഫോം ഒറ്റോന്നേ ഉള്ളൂ, കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ അനുമതിയുള്ള ദിവസം പോലും ഓള് യൂണിഫോം ഇട്ടിട്ടേ വരുള്ളൂ, നല്ല ഡ്രസ്സൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്, പാവാണ്, ഫീസ് അടക്കാൻ വകയില്ലാത്ത മോളാണ്, ഒക്കെ എന്തെങ്കിലും കൊടുത്തോടുപ്പ, ഓളെ നമുക്ക് വളർത്തിക്കൂടെ. ആ ഫാത്തിമ ഇന്ന് MBBS കഴിഞ്ഞിട്ട് MD ആയി, PG ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറായി ജോലി ചെയ്യുന്നത് ആ മറ്റേ ഒന്നാമത്തെ മോളുണ്ടല്ലോ, ആ മോള് വളർത്തിയതാ. തണലാവണം കൂട്ടുകാർക്ക്, അപ്പോഴേ നമ്മളെ ജീവിതം സാർത്ഥകമാവും. റീൽസുകളിൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി എല്ലാ ടൈമിലും ഇവർക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം.